നമസ്കാരം. ബീഹാർ രാഷ്ട്രീയത്തിൽ കാൽപൂരിയുടെ ശിഷ്യന്മാരായിരുന്നു ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും രാംവിലാസ് പസ്വാനും. ബീഹാറിലെ വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്കായി കാൽപൂരി കൊണ്ടുവന്ന ആനുകൂല്യങ്ങളുടെ പാതയിലൂടെ ഉയർന്നു വന്ന വിദ്യാർത്ഥി നേതാക്കളായിരുന്നു മൂവരും. കാൽപൂരിയുടെ പാരമ്പര്യത്തിനായി ലാലുവും നിതീഷും പിന്നീട് കടുത്ത മത്സരത്തിലായിരുന്നു. ആ മത്സരക്കളത്തിലേക്ക് അപ്രതീക്ഷിതമായി BJP കടന്നു വരുന്നത് പുതിയ വിചിത്ര ചേരുവ. കാൽപൂരിയല്ല, കാൽപൂരി ഉയർത്തിയ പിന്നോക്ക വിഭാഗങ്ങളുടെ പുതിയ രാഷ്ട്രീയ ആകർഷണ കൊടിക്കൂറയുടെ അടയാളമാണ് അതിന്റെ അണിയർ രഹസ്യം. കാൽപൂരി സൃഷ്ടിച്ച സാമൂഹ്യനീതി രാഷ്ട്രീയത്തിന് ഘടനയാണ് ഇതിന്റെ രഹസ്യ സമവാക്യം. സാമൂഹ്യനീതിയുടെ ഉത്തരേന്ത്യയിലെ ആദ്യ പ്രയോഗകർത്താവ് രാം മനോഹർ ലോഹിയാണ്. 1953 കാക്ക കലോഹർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലോഹയാണ് പിന്നോക്കർക്ക് സംവരണം എന്ന ആവശ്യം ആദ്യമായി ഉയർത്തിയത്. എന്നാൽ ലോഹിയുടെ ശിഷ്യന്മാരായ കാൽപൂരി ഇത് പ്രായോഗികമായി നടപ്പിലാക്കി. പിന്നോക്ക വിഭാഗങ്ങൾക്ക് സർക്കാർ ജോലിയിൽ 26% സംവരണ പ്രഖ്യാപനം 1978 നടത്തിയതും അദ്ദേഹമാണ്. കാൽപൂരി ഫോർമുല എന്ന പ്രഖ്യാപനം പുറത്തു വന്നപ്പോഴാണ് രാഷ്ട്രീയം മുഖം മാറ്റി. BJPയുടെ മുൻകാല രൂപമായിരുന്ന ജനസംഘ് ഉൾപ്പെടെയുള്ള ജനതാ പാർട്ടിയുടെ പിന്തുണയോടെയാണ് കാൽപൂരി പാർട്ടി ഭരണം നയിച്ചത്. ബീഹാറിലെ ജനസംഘ് സ്ഥാപകൻ കൈലേഷ് ആയിരുന്നു ഠാക്കൂർ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി. കാൽപൂരിയുടെ പിന്നോക്ക സംവരണ പ്രഖ്യാപനം പുറത്തു വന്നതോടെ ജനസംഘിന്റെ നിയമസഭാ അംഗങ്ങളും നേതാക്കളും പ്രതിപക്ഷവുമായി തെരുവിലിറങ്ങി. കാൽപൂരി ഫോർമുലയെ ചൊല്ലി മുന്നോക്ക വിഭാഗങ്ങളും പിന്നോക്ക വിഭാഗങ്ങളും തമ്മിലും പലയിടത്തും ഏറ്റുമുട്ടി. 1979 സർക്കാർ വീണു. അതാണ് ചരിത്രം. പഴയകാലം മറച്ചുവെച്ച് കാൽപൂരിയെ നേതാവാക്കി അവരോധിക്കുന്ന രാഷ്ട്രീയമാണ് പുതിയ കാലം. ജീവിതകാലം മുഴുവനും കാൽപൂരി എതിർത്ത രാഷ്ട്രീയമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ബഹുമതി നൽകിയിരിക്കുന്നത്. കാൽപൂരി അനുകൂല കൊടി ഉയർത്തി രംഗത്ത് വരുന്നതെന്ന ചരിത്രത്തിന്റെ മറുപുറം.